മോഹം കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലെത്തുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒട്ടനവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ നടിയായി മാറുകയും ചെയ്തയാളാണ് ശ്രീലക്ഷ്മി ശ്രീകുമാർ. ശ്രീലക്ഷ്മി എന്ന പേരിനേക്കാൾ കുടുംബ പ്രേക്ഷകർക്ക് പരിചിതം കുടുംബവിളക്കിലെ സുമിത്രയുടെ മകൾ ശീതളിനെയാകും. ഒട്ടനവധി സീരിയലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീലക്ഷ്മിക്ക് പേരും പ്രശസ്തിയും നേടിക്കൊടുത്തത് കുടുംബവിളക്ക് സീരിയൽ ശീതൾ എന്ന കഥാപാത്രമാണ്. കുടുംബവിളക്കിന്റെ 1ഉം 2ഉം സീസണുകളിൽ ശ്രീലക്ഷ്മി ഭാഗമായിരുന്നു. ടിക്ടോക്ക് വീഡിയോകളാണ് അഭിനയമോഹം ശ്രീലക്ഷ്മിയിൽ ജനിപ്പിച്ചത്. നടിയുടെ തുടക്കം ചോക്ലേറ്റിലൂടെയാണ്. കാസ്റ്റിംഗ് കോളുകൾ വഴിയാണ് ചോക്ലേറ്റിൽ എത്തിയത്. ക്യാമറ എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഒരു കാലമുണ്ടായിരുന്നു നടിക്ക്. ക്യാമറയ്ക്ക് മുമ്പിൽ ഇതെങ്ങനെ ചെയ്യും എന്നോർത്തുള്ള ടെൻഷൻ വേറെയും. അവിടെ നിന്നാണ് പക്വതയുള്ള ഒരു പിടി കഥാപാത്രങ്ങൾ കൈയടക്കത്തോടെ ചെയ്യുന്ന അഭിനേത്രിയായി ശ്രീലക്ഷ്മി വളർന്നത്. കുടുംബവിളക്കിനും ചോക്ലേറ്റിനും പുറമെ കൂടത്തായി, കാർത്തിക ദീപം തുടങ്ങിയ സീരിയലുകളിലും ശ്രീലക്ഷ്മി അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ താരം ഇഷ്ടം മാത്രം എന്ന സീരിയലിലാണ് അഭിനയിക്കുന്നത്. അതേസമയം മറ്റൊരു പ്രധാന ദിവസം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സന്തോഷത്തിലാണ് നടി. അതെ, ശ്രീലക്ഷ്മി വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസമാണ് താരം വിവാഹ തീയതി പുറത്തുവിട്ടത്. ജനുവരി 15 തിരുവനന്തപുരത്ത് വെച്ചാണ് വിവാഹം. ഇക്കഴിഞ്ഞ മെയ്യിൽ താൻ പ്രണയത്തിലാണെന്ന് അറിയിച്ച് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ നടി പങ്കുവച്ചിരുന്നു. ബാംഗ്ലൂരിൽ ലെക്ചററായ ജോസ് ഷാജിയാണ് വരൻ. ഇരുവരുടെയും പ്രണയ വിവാഹമാണ്. സ്കൂൾ കാലഘട്ടം മുതലുള്ള പ്രണയം പൂവണിയാൻ പോകുന്ന ത്രില്ലിലാണ് താരം. ഇപ്പോഴിതാ വിവാഹ തീയതി പുറത്തുവിട്ടതിന് പിന്നാലെ വിവാഹ ഒരുക്കങ്ങളെക്കുറിച്ചും വരനെക്കുറിച്ചുമെല്ലാം സമയം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. 2 മതത്തിൽപ്പെട്ടവരായതിനാൽ തങ്ങളുടെ വിവാഹത്തിന് മതാചാരപ്രകാരമുള്ള വിവാഹങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലക്ഷ്മി സംസാരിച്ചു തുടങ്ങുന്നത്. ക്രിസ്ത്യൻ, ഹിന്ദു ആചാരപ്രകാരം ഒന്നുമല്ല വിവാഹം പ്ലാൻ ചെയ്യുന്നത്. തീർത്തും സ്വകാര്യമായൊരു ചടങ്ങിൽ ജോസ് എനിക്ക് താലി കെട്ടും. അങ്ങനെ ഒരു ചടങ്ങാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിവാഹം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഞങ്ങളുടെ 2 കുടുംബങ്ങളും പിന്നെ അത്രയും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും അത്. അമ്പലത്തിലോ പള്ളിയിലോ ചടങ്ങുകൾ വേണ്ടെന്ന് 2 വീട്ടുകാരും ആലോചിച്ചുറപ്പിച്ച ശേഷമാണ് തീരുമാനമെടുത്തത്. ഈ ഒരു താലികെട്ട് ചടങ്ങ് അച്ഛൻ എൻ്റെ കൈപിടിച്ച് അവനെ ഏൽപ്പിക്കും. +1 പഠിക്കുമ്പോൾ തൊട്ടാണ് ഞങ്ങൾ റിലേഷനിലാകുന്നത്. 8 വർഷമായി ബന്ധം തുടങ്ങിയിട്ട്. തുടക്ക സമയത്ത് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമായിരുന്നു. ഫീൽഡിൽ വന്ന സമയം നാട്ടിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങി. അവന്റെ വീട്ടിലായിരുന്നു പ്രധാന പ്രശ്നം. അവരെ കൺവിൻസ് ചെയ്യിച്ചെടുക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലും വലിയ എതിർപ്പായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അവർ കൂട്ടായി. വിവാഹശേഷവും അഭിനയം തുടരും. നിലവിൽ ഇഷ്ടം മാത്രം എന്ന സീരിയലാണ് ചെയ്യുന്നത്. ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. നിലവിൽ ജോസ് ബാംഗ്ലൂരിൽ ലെക്ചറായി ജോലി ചെയ്യുകയാണ്. വിവാഹം കഴിഞ്ഞ് പുള്ളി ബാംഗ്ലൂരിലേക്ക് പോകും. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് വർക്ക് ചെയ്യാനും എത്തും. നിലവിൽ പ്ലാൻ അങ്ങനെയാണ്. പിന്നെ ജോസ് പുറത്ത് സെറ്റിൽഡ് ആകാൻ നോക്കുന്നുണ്ട്. ഒരു 3 വർഷം കഴിഞ്ഞിട്ടേ അതുമുള്ളൂ. അങ്ങനെ പോകാനായാൽ ഉറപ്പായും ഞാൻ പോകും. പക്ഷെ നിലവിൽ എൻ്റെ വർക്കും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ശ്രീലക്ഷ്മി പറയുന്നു.